ചെന്നിത്തല ഹരിപ്പാട്ടുകാർ എന്നും തന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുണ്ടെന്ന് ചെന്നിത്തല പറഞ്ഞു. കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഹരിപ്പാട്ടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഹരിപ്പാട്ടെ ജനങ്ങൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് ഇതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം മറ്റെന്താണ്? ആ സ്നേഹം, ആ വാത്സല്യം, ആ ഒരു ശക്തി ഹരിപ്പാട്ടെ ജനങ്ങൾ രമേശ് ചെന്നിത്തല എന്ന എനിക്ക് എന്നും നൽകിയിട്ടുണ്ട്. അതാണ് എനിക്ക് വലുത്. സംസ്ഥാനത്ത് തുടർ ഭരണം ഉണ്ടാകുമെന്നും കൊട്ടാരക്കരയിൽ LDF മികച്ച വിജയം നേടുമെന്നും ഇടത് സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. സംസ്ഥാനത്ത് BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥികളെ അടക്കം കോൺഗ്രസ് സംഭാവന ചെയ്യുകയാണെന്നും ബാലഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. ഇത്തവണ തൃശൂർക്കാർ ജയം സമ്മാനിക്കട്ടെ എന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മത്സരിക്കാനാണ് വന്നത്. അസുര നിഗ്രഹത്തിനായി തിരുവനന്തപുരത്ത് മാളികപ്പുറം ഇറങ്ങിയിട്ടുണ്ടെന്നും ക്ഷേത്രം വിശ്വാസികളുടെ കയ്യിൽ എത്തുമെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. എല്ലാ മതങ്ങളോടും ആരാധനാലയങ്ങളോടും ആദരവ് പുലർത്തുന്നയാളാണ് താനെന്ന് ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥി KN ഖാദർ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ KN ഖാദർ കാണിക്കയിട്ട് തൊഴുതത് വിവാദമായതോടെയാണ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവാണ് ഖാദറിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് KN ഖാദർ കാണിക്കയർപ്പിച്ച് തൊഴുതത്. ഗുരുവായൂരപ്പൻ തന്നെ സ്വീകരിക്കുമെന്നും ഖാദർ പറഞ്ഞു. ഇതിനെതിരെയാണ് സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്തെത്തിയത്. മതേതരത്വമെന്നാൽ എല്ലാ മതങ്ങളിൽ നിന്നും അല്പം എടുക്കലല്ലെന്നും മുസ്ലിം സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ ഇത്തരം പ്രവൃത്തികൾ ചെയ്താൽ തെറ്റായ സന്ദേശം നൽകുമെന്നും ഹമീദ് ഫൈസി വിമർശിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾ മതവിശ്വാസം നഷ്ടമാകാൻ കാരണമാകും. കുറച്ചു വോട്ടിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഉള്ള വോട്ട് പോകുമെന്നും സമസ്ത നേതാവ് വ്യക്തമാക്കി. ഇതോടെ പ്രതികരണവുമായി KN ഖാദർ രംഗത്തുവന്നു. എല്ലാ മതങ്ങളോടും ആദരവ് പുലർത്തുന്ന വ്യക്തിയാണ് താനെന്ന് ഖാദർ പറഞ്ഞു. ഞങ്ങളുടെ വിശ്വാസപ്രകാരം എല്ലാ മതസ്ഥരെയും അവരുടെ ആരാധനാലയങ്ങളെയും ബഹുമാനിക്കണം എന്നാണ് എൻ്റെ ഒരു ധാരണ. ഒരു മ്യൂച്വൽ റെസ്പെക്ട്. ആ ബഹുമാനത്തിന് അനുസരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ മതസ്ഥരെയും സന്ദർശിക്കുന്നതും അവരുടെ ആരാധനാലയങ്ങളെ ബഹുമാനിക്കുന്നതും ഒരു സ്വാഭാവികമായ സംഗതിയാണ്. അത് ഞാൻ മാത്രമായി ആദ്യം ചെയ്യുന്ന ഒരു കാര്യമല്ല, ഇന്ത്യ രാജ്യത്തെ എല്ലാവരും ചെയ്തിട്ടുള്ള സംഗതിയാണ്. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിന്റെ നിലവിളക്ക് വിവാദത്തിന് ശേഷമാണ് മുസ്ലിം ലീഗ് നേതാവുമായി ബന്ധപ്പെട്ട് വിശ്വാസ വിഷയം ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി KT ജലീൽ ക്ഷേത്രത്തിൽ നിലവിളക്ക് കൊളുത്തിയതിനെതിരെ സമസ്തയുടെ മറ്റൊരു നേതാവ് നാസർ ഫൈസി കൂടത്തായിയും രംഗത്തുവന്നിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. പാണക്കാട് ഹൈദരലി തങ്ങൾ പ്രഖ്യാപിച്ച പേരാമ്പ്രയിലെ UDF സ്വതന്ത്രൻ CH ഇബ്രാഹിമിന്റെ സ്ഥാനാർത്ഥിത്വം വിവാദത്തിൽ. യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവരുമായി ബന്ധം പുലർത്തുന്നയാളെ ലീഗിന് നൽകിയ സീറ്റിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ലീഗിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. അതേസമയം രാഷ്ട്രീയത്തിന് അതീതമായ സൌഹൃദമാണ് തനിക്കുള്ളതെന്ന് സ്ഥാനാർത്ഥി CH ഇബ്രാഹിം ന്യൂസ് 18നോട് പറഞ്ഞു. മുസ്ലിം ലീഗിന് അധികമായി ഇത്തവണ ലഭിച്ച സീറ്റുകളിലൊന്നാണ് പേരാമ്പ്ര. പാർട്ടി മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ച പേരുകൾ തള്ളി മഹാരാഷ്ട്രയിലെ വ്യവസായിയായ കടിയങ്ങാട് സ്വദേശി CH ഇബ്രാഹിമിനെയാണ് പാണക്കാട് തങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. CH ഇബ്രാഹിം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം നിൽക്കുന്ന ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇബ്രാഹിമിന് പല CPM നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ട്. ഇങ്ങനെയൊരാളെ എങ്ങനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കുമെന്നാണ് പേരാമ്പ്രയിലെ ലീഗ് പ്രവർത്തകരുടെ ചോദ്യം. ഇന്നലെ നടന്ന യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. പേരാമ്പ്രയിലേത് സീറ്റ് കച്ചവടമാണെന്ന വിമർശനം യോഗത്തിലുയർന്നു. കുറ്റ്യാടിയിലെ സ്ഥാനാർത്ഥിയെ തിരുത്താൻ സഖാക്കൾ കാണിച്ച പാർട്ടിക്കൂറ് പേരാമ്പ്രയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി ഹരിത മുൻ നേതാവ് ഹഫ്സമോൾ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ താൻ UDF സ്വതന്ത്രനാണെന്നും യോഗി ആദിത്യനാഥിനൊപ്പം നിൽക്കുന്ന ചിത്രം വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും CH ഇബ്രാഹിം പ്രതികരിച്ചു. ഞാനത് പ്രവാസി ഭാരതീയ ദിവസ് 4 പ്രാവശ്യം പങ്കെടുത്ത ഒരാളാണ്, പ്രവാസികളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അന്ന് എൻ്റെ കൂടെ KT ജലീലിൻ്റെ കൂടെയുള്ള പിക്ചറും ഇതേപോലെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഫോട്ടോ വന്നതുപോലെ തന്നെ KT ജലീലിൻ്റെ കൂടെയുള്ള യോഗി ആദിത്യനാഥിൻ്റെ പിക്ചറും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പ്രചരിപ്പിക്കുന്നത് ആളുകൾക്ക് പറയില്ലല്ലോ KT ജലീൽ അങ്ങനെ ഒരാളാണ്, അല്ലെങ്കിൽ CH ഇബ്രാഹിംകുട്ടി അങ്ങനെ ഒരാളാണെന്ന് പറയില്ല. CH ഇബ്രാഹിമിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പേരാമ്പ്രയിലെ കോൺഗ്രസിനുള്ളിലും പ്രതിഷേധമുയരുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.